ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. എക്സാമിന് ശേഷം ചെങ്ലൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ അവൻ എന്തെങ്കിലും അസുഖം വരില്ലേ? എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം. അതിനെന്താണ് വഴി എന്നാണ് ഇവർ ആലോചിക്കുന്നത്. എക്സാം കഴിഞ്ഞാൽ ബീച്ചിൽ പോകും എന്ന് ചെങ്ലൻ പറഞ്ഞിരുന്നല്ലോ. പെട്ടെന്ന് ഷോജുവിന് ആ കാര്യം ഓർമ്മ വരും. അവര് നാലുപേരും ചെങ്ലിങ്ങിന്റെ വീട്ടിൽ പോയി ഉറങ്ങിക്കിടക്കുന്ന ചെങ്ലിങ്ങിനെ വിളിച്ച് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോകാനുണ്ടെന്നും പറഞ്ഞ് അവന്റെ ഡ്രസ്സൊക്കെ അവർ തന്നെ പാക്ക് ചെയ്ത് അവനെയും പൊക്കിയെടുത്ത് അവിടുന്ന് പോകും. പോകാൻ വേണ്ടി എല്ലാവരും സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ചെങ്ലിങ്ങിനെ എങ്ങനെയാണ് ഹാപ്പി ആക്കുക എന്ന് അവർ ആലോചിച്ചിരിക്കുമ്പോ ബോബോ അവിടേക്ക് വന്ന് അവന്റെ കയ്യിലെ വെള്ളമൊക്കെ ചെങ്ലിങ്ങിന്റെ ഫേസിലാക്കി അവനെ ചിരിപ്പിക്കും. പിന്നീട് ചെങ്ലിങ് ഹാപ്പി ആവാൻ വേണ്ടി അവരവരൊന്നും ചെയ്യും. ഷോജുവിന്റെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉള്ളത് കൊണ്ട് എല്ലാവരും അവരുടെ ക്യാഷ് ഒക്കെ അവളുടെ കയ്യിൽ കൊടുക്കും. പക്ഷെ ലൂഷി മാത്രം അവൾക്ക് ക്യാഷ് കൊടുക്കില്ല. അവന്റെ ക്യാഷ് അവൻ തന്നെ വെച്ചോളാം എന്ന് പറയും. അങ്ങനെ അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യും. ചെങ്ലിൻ ആരോടും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് നമുക്ക് കാർഡ്സ് കളിച്ചാലോ എന്നൊക്കെ ചോദിച്ച് അവരെല്ലാവരും കാർഡ്സ് കളിക്കാൻ തുടങ്ങും. ഷോജുവും ക്യൂവും ഒരു ബുക്ക് വായിക്കുമ്പോൾ ലവിനെ കുറിച്ചായിരിക്കും ആ ബുക്കിൽ പറഞ്ഞത്. അതെല്ലാം വായിച്ചുകൊണ്ട് ചെങ്ലിങ്ങിനെ നോക്കിയിരുന്ന് ഷോജു സോൺ ഔട്ട് ആകും. അവള് ചെങ്ലിങ്ങിനെയാണ് നോക്കിയിരിക്കുന്നത് എന്ന് ക്യൂവിന് മനസ്സിലാകും. അവള് സോൺ ഔട്ട് ആയിരിക്കുന്നത് കണ്ട് ലൂഷി അവളുടെ തലയ്ക്ക് വീടും. ഞാൻ ടോയ്ലറ്റിൽ പോയി വരാം എന്നും പറഞ്ഞ് ഷോജു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ക്യൂ അവളുടെ പുറകെ ചെല്ലും. നീ എന്തെങ്കിലും എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? നീ ഇപ്പോ വേർഡായിട്ടാണ് ആക്ട് ചെയ്തത് എന്നൊക്കെ ക്യൂ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ടോയ്ലറ്റിൽ പോകും. ഇപ്പോ ഇവരുടെ അമ്മമാരൊക്കെ സംസാരിച്ചിരിക്കുമ്പോ ഷോജുവിന്റെ അമ്മ പറയും, ചെങ്ലിങ്ങിനും ലൂഷിയയ്ക്കും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. പക്ഷെ ഷോജു ആണെങ്കിൽ ഹോപ്പ്ലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഷോജുവായിട്ട് മാരേജ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഷോജു രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഷോജു നല്ല സ്വീറ്റ് ലവിങ് ഗേൾ ആണ്, എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ലൂഷിയുടെ അമ്മ പറയുമ്പോൾ ലൂഷിയും ഷോജുവും മാരേജ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അവര് മാരേജ് ചെയ്ത ഈ റൂഫ് ടോപ്പ് അവർ തല കുത്തനെയാക്കും. ഷോജുവിന് മാച്ച് ചെങ്ലിങ് ആണ്. എന്റെ കണ്ണില് അവരാണ് പെർഫെക്റ്റ് മാച്ച്. എനിമീസ് ആണ് നല്ല പേയേഴ്സ് ആവുക എന്നൊക്കെ ലൂഷിയുടെ അമ്മ പറഞ്ഞ് അവര് അതൊക്കെ പറഞ്ഞ് ചിരിക്കും. ഉറങ്ങിക്കിടക്കുന്ന ചെങ്ലിങ്ങിനെ തന്നെ നോക്കിയിരിക്കായിരിക്കും ഷോജു. അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ചെങ്ലിങ് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ പതുക്കെ തട്ടി വിളിക്കും. പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ലൂഷിയെ വിളിക്കുന്നത് അവൻ അടിച്ചുകൊണ്ടായിരിക്കും. അവരങ്ങനെ ബാഗൊക്കെ എടുക്കുമ്പോൾ അവൾ എടുക്കുന്ന ബാഗ് അവളുടെ മേലേക്ക് വീഴുമ്പോൾ ചെങ്ലിങ് അത് അവളുടെ ദേഹത്ത് തട്ടാതെ പിടിച്ചു വെക്കും. ഒരു നിമിഷം ഷോജു സ്റ്റെക്കായി നിൽക്കും. ചെങ്ലിങ് അവളെ കെയർ ചെയ്ത് അവളുടെ കയ്യിലൊക്കെ കയറി പിടിച്ചപ്പോ അവളുടെ ഫേസ് ഒക്കെ റെഡ് ആയിട്ടുണ്ടാകും. അവരെല്ലാവരും അവരുടെ ലഗേജ് ഒക്കെ എടുത്ത് ട്രെയിനിൽ നിന്നിറങ്ങും. അവരൊരു ഹോട്ടലിലെത്തി റൂം ബുക്ക് ചെയ്ത് പേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവളുടെ ബാഗ് കാണുന്നുണ്ടാവില്ല. അവരെല്ലാവരും അവരുടെ ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊന്നിലും അവൾ ആ ക്യാഷ് വെച്ച ബാഗ് ഉണ്ടാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ആ ബാഗ് എവിടുന്ന ലാസ്റ്റ് കണ്ടത് എന്ന് ലൂഷി ചോദിക്കുമ്പോൾ അവള് എന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടന്നതൊക്കെ ഓർക്കും. ട്രെയിനിൽ വെച്ച് അവള് ബാഗ് എടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ മടിയിലുണ്ടായിരുന്ന അവളുടെ ബാഗ് നിലത്ത് വീണിരുന്നു. ചെങ്ലിങ്ങിനെ നോക്കി ബോധം പോയതുകൊണ്ട് തന്നെ അവൾ അത് എടുക്കാൻ മറന്നിട്ടായിരിക്കും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇരിക്കുകയാണ് അവരെല്ലാവരും. ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് അന്വേഷിച്ച് ബോബ പോയിട്ട് അവിടെ എങ്ങും ബാങ്ക് ഉണ്ടാവില്ല. ഇപ്പൊ ആകെ ലൂഷിയുടെ കയ്യിലുള്ള ക്യാഷ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് അവർക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു പോയാലോ എന്നൊക്കെ അവർ ആലോചിച്ചിരിക്കുമ്പോ ലൂഷി അവളുടെ അടുത്ത് ചെന്ന് അവളുടെ ചെവിയിൽ പറയും, നമ്മൾ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം നീ മറക്കരുത് എന്ന്. ചെങ്ലിങ്ങിനെ ഹാപ്പി ആക്കാനാണല്ലോ അവർ വന്നത്. നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്കൊരു ദിവസം ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് പോകാം, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് എന്ന് ഷോജു പറയും. അവരെല്ലാവരും ഇപ്പൊ മലയുടെ മുകളിലേക്ക് നടന്നു പോവുകയാണ്. നടന്ന് എല്ലാവരും ക്ഷീണിക്കും. നിങ്ങൾ ഇനി പോയിക്കോ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ബോബു അവിടെ കിടക്കുമ്പോ ക്യൂ അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകും. അവരങ്ങനെ ഓരോന്ന് സംസാരിച്ച് നടന്നു പോകുമ്പോ കാല് തടഞ്ഞ് ഷോജു നിലത്ത് വീഴും. അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചെങ്ലിങ് അവന്റെ കൈ നീട്ടും. തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോ ലൂഷിയും അവന്റെ കൈ നീട്ടി നിൽക്കുന്നുണ്ടാകും. നിന്റെ ബാഗ് താ, ഞാൻ പിടിക്കാം എന്ന് ലൂഷി പറയും. ഇവര് രണ്ടുപേരും അവളുടെ നേരെ കൈ നീട്ടി നിൽക്കുന്നത് കൊണ്ട് ആരുടെ കൈ പിടിക്കണം എന്നറിയാതെ അവള് ലൂഷിയുടെ കൈ പിടിച്ചെഴുന്നേൽക്കും. നിന്നോട് ഞാൻ ബാഗ് തരാനല്ലേ പറഞ്ഞത്, അല്ലാതെ നിന്റെ കൈയല്ലല്ലോ എന്നൊക്കെ ലൂഷി പറയും. പക്ഷെ നടക്കുമ്പോ ലൂഷിയുടെ ഫേസിൽ ഒരു ചെറിയ ചിരി കാണാം. അങ്ങനെ നടന്ന് അവസാനം അവൻ സീന്റെ അടുത്തെത്തും. കടല് കണ്ടതും അത്ര നേരം ഹാപ്പി അല്ലാത്ത ചെങ്ലിങ്ങിന് ഒരുപാട് ഹാപ്പി ആകും. അവന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും അവൻ കടല് കാണുന്നത്. നിനക്ക് കടൽ ഇഷ്ടമാണെന്ന് ഷോജുന് അറിയാം, നിനക്ക് വേണ്ടിയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എന്ന് ലൂഷി പറയുമ്പോൾ അവൻ അവളോട് താങ്ക്സ് പറയാൻ പോകുമ്പോഴേക്കും ബോബു അവനെ വലിച്ച് ബീച്ചിലേക്ക് കൊണ്ടുപോകും. അവരെല്ലാവരും വെള്ളത്തിലിറങ്ങുമ്പോൾ ലൂഷി മാത്രം മാറി നിൽക്കുന്നത് കണ്ട് ഷോജുവും ക്യൂവും അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവന് വാട്ടർ ഫോബിയാണ്. ചെറുപ്പത്തില് നീന്താൻ പഠിക്കാൻ പോയപ്പോ അവൻ വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ട്. അതിനുശേഷം അവന് വെള്ളം പേടിയാണ് എന്ന് ചെങ്ലിങ് പറയും. പിന്നീട് ലൂഷി വെള്ളത്തിലിറങ്ങി അവർ 5 പേരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കും. ലൂഷിയുടെ കയ്യിൽ ക്യാമറ ഉണ്ടാകും. അവരെല്ലാവരും അവന്റെ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കും. ഷോജുവും ക്യൂവും
അവിടുന്ന് ഷെല്ലൊക്കെ പെറുക്കിയെടുക്കുമായിരിക്കും. ദൂരെ കുറെ റെസ്റ്റോറൻറ്റ്സ് കണ്ട് നമുക്ക് ഒരു ഡേ കൂടി ഇവിടെ സ്റ്റേ ചെയ്താലോ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഷോജു അവരെ കൊണ്ട് അവിടേക്ക് പോകും. ഇപ്പോ ഒരു റെസ്റ്റോറന്റിലെ ഓണറോട് അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി കാല് പിടിക്കുകയാണ് ഷോജുവും ക്യൂവും. ഞങ്ങൾ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തോളാം, ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ തരുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവര് ബെഗ് ചെയ്ത് തലവേദന എടുത്ത് അവിടെ ബൗളിൽ കുറച്ച് ഓയിസ്റ്റർ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 15 റുപ്പീസ് കൊടുക്കാമെന്ന് പറയും. 50 റുപ്പീസ് കൊണ്ട് ഹോട്ടൽ റൂം കിട്ടില്ലല്ലോ എന്ന് ബോബോ ചോദിക്കുമ്പോൾ 50 റുപ്പീസ് കൊണ്ട് നമുക്ക് 2 ടെന്റ് വാങ്ങാം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി ഓയിസ്റ്റർ പീൽ ചെയ്യാൻ തുടങ്ങും. അവരങ്ങനെ അത് കട്ട് ചെയ്യുമ്പോൾ ആ കത്തി കൊണ്ട് ഷോജുന്റെ കൈ മുറിയും. അത് കണ്ടപാടെ ലൂഷി അവിടേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്നും കത്തിയൊക്കെ മാറ്റി അവന്റെ ബാഗിൽ പോയിട്ട് ബാൻഡേജ് ഒക്കെ തിരയും. അവനങ്ങനെ ബാൻഡേജ് ഒക്കെ എടുത്ത് അവളുടെ കയ്യിൽ ഒട്ടിക്കാൻ വേണ്ടി തിരിയുമ്പോൾ ചെങ്ലൻ ഓൾറെഡി അവളുടെ കയ്യിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആ ബാൻഡേജ് ഒക്കെ അവന്റെ പോക്കറ്റിൽ തന്നെ ഇട്ട് അവൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങും. ചെങ്ലങ് അത് ചെയ്തത് ഇഷ്ടപ്പെടാതെ ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, വേഗം വന്ന് ജോലി ചെയ്യുമെന്നും പറഞ്ഞ് അവൻ സ്പീഡിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനൊക്കെ ചെങ്ലങ് അവനോട് പറയും. ഷോജു അവളുടെ ബാൻഡേജ് നോക്കി ചിരിക്കുന്നത് കണ്ട് ക്യൂ അവളോട് ചോദിക്കും, ഇന്ന് നിനക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ, ട്രെയിനിലിരിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ്, നിനക്ക് ചെങ്ലങ്ങിനെ ഇഷ്ടല്ലേ എന്ന് ക്യൂ ചോദിക്കുമ്പോൾ അവളോട് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ ചെങ്ലങ്ങിനെ സ്നേഹിക്കുക എന്ന് ഷോജു പറയും. അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവർക്ക് ടോട്ടൽ 70 റുപ്പീസ് ആ റെസ്റ്റോറന്റ് ഓണർ കൊടുക്കും. 50 റുപ്പീസ് നിങ്ങൾക്ക് ഒന്നും ആകില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ 20 റുപ്പീസ് ആഡ് ചെയ്തതാണ്, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ഫ്രൈഡ് റൈസും കഴിക്കാൻ കൊടുക്കും. ഇപ്പൊ പോസ്റ്റ്മാൻ വന്ന് ചെങ്ലങ്ങിന്റെ അമ്മയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കും. ചെങ്ലങ്ങിന് ജാങ്ഷു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകും. ചെങ്ലങ്ങിന് മാത്രമല്ല ലൂഷിക്കും ഷോജുവിനും കിട്ടിയിട്ടുണ്ടാകും. അവരെല്ലാവരും ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെങ്ലങ്ങിന് ഫിലോസഫിയിലായിരിക്കും അഡ്മിഷൻ കിട്ടിയത്, ഷോജുവിനാണെങ്കിൽ ഫിനാൻസിലായിരിക്കും. ലൂഷിയുടെ അമ്മ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് കണ്ട് അവന്റെ അമ്മയുടെ ഫേസ് എല്ലാം മാറും. എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഷോജുവിന്റെ അമ്മയും ചെങ്ലങ്ങിന്റെ അമ്മയും ചോദിക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമാകും എന്ന് മിസസ് ലു പറയും. അവർ 5 പേരും അവിടുത്തെ മാർക്കറ്റിലൊക്കെ നടക്കുമ്പോൾ ഷോജുവും ക്യൂവും അവിടുത്തെ സാധനങ്ങളെല്ലാം കണ്ട് സൂപ്പർ എക്സൈറ്റഡ് ആകും. അതിലൊരു ഹെയർ ക്ലിപ്പ് ഷോജുവിന് ഇഷ്ടമായി. അത് അവള് ഹെയറിൽ വെച്ച് ക്യൂവിനോട് അത് രസമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹെയർ ക്ലിപ്പ് കാണാൻ ഒരു രസവുമില്ല, പക്ഷെ നിനക്കത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്ന് ലൂഷി പറയും. നീ എപ്പോഴെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഷോജുവും ക്യൂവും അവിടുന്ന് പോകും. ഞാൻ സത്യം പറഞ്ഞതിന് ഇവിടെ എന്തിനാ ഇത്രയ്ക്ക് ചൂടാവുന്നേ എന്ന് ലൂഷി പറയുമ്പോൾ അതൊക്കെ വിട്ടുകള, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ എന്ന് ചെങ്ലൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെയൊക്കെ കറങ്ങി വരാം എന്നും പറഞ്ഞ് ചെങ്ലിങ്ങിനെയും ബോബുവിനെയും അവിടുന്ന് ലൂഷി പറഞ്ഞയക്കും. അവര് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ ഓടി വന്ന് ഷോജുവിന് ഇഷ്ടപ്പെട്ട ആ ഹെയർ ക്ലിപ്പ് എടുത്തുകൊണ്ട് ഇത് രസമൊന്നുമില്ല, പക്ഷെ അവൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കും. ഗേൾസ് 2 പേരും വിറകൊക്കെ എടുക്കാൻ പോകുമ്പോൾ നീ എപ്പോഴാ ചെങ്ലിങ്ങിനോട് നിനക്ക് അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുക എന്ന് ക്യൂ ചോദിക്കും. ഞാൻ എങ്ങനെ ചെങ്ലിങ്ങിനോട് പറയാനാ എന്ന് ഷോജു ചോദിക്കുമ്പോൾ അതിനൊക്കെ ക്യൂ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ചെങ്ലിങ്ങിന് അവളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് അതൊക്കെ വിട്ട് കളയാൻ വേണ്ടി ആൾ പറയും. ലൂഷിയും ബോബും കൂടി ആയിരിക്കും ടെന്റ് കിട്ടുന്നത്. ചെങ്ലങ്ങിനോട് ഷോജുവിനെയും കൂട്ടി കുറച്ചുകൂടി വിറകെടുത്ത് വരാൻ വേണ്ടി ക്യൂ പറയും. അവർ 2 പേരും വിറകെടുക്കാൻ വേണ്ടി നടന്നു പോകുമ്പോൾ ചെങ്ലങ്ങിന് പുറകിലായിട്ടായിരിക്കും ഷോജു നടക്കുന്നത്. അവരുടെ നിഴല് അവിടെ മണ്ണിൽ കാണുമ്പോൾ ഷോജു അവളുടെ കൈ നീട്ടി ചെങ്ലങ്ങിന്റെ കൈ പിടിച്ച് നടക്കുന്നത് പോലെയൊക്കെ നിഴലിലാക്കിക്കൊണ്ട് നടക്കും. അങ്ങനെ രാത്രിയായി ഇവര് ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിച്ചാലോ എന്ന് ക്യൂ പറയും. ചെങ്ലിങ്ങിനെയും ഷോജുവിനെയും ഒന്നിപ്പിക്കാനാണ് ഇവളിതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഗെയിമിൽ ലൂസ് ആവുന്നത് ചെങ്ലങ് ആയിരിക്കും. അവൻ ഡയർ ചൂസ് ചെയ്യുമ്പോൾ ഈ റൗണ്ടിൽ ഡയർ കൊടുക്കാതെ അടുത്ത റൗണ്ടിൽ ആരാണോ ലോസ് ആവുന്നത് ആ ആളെയും പൊക്കിയെടുത്തുകൊണ്ട് ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടി ക്യൂ പറയും. ആ ഡയർ ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് അവര് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത്തവണ കാർഡ് ഷഫിൾ ചെയ്യുന്നത് ക്യൂ ആയിരിക്കും. ലക്കി ചാം കാർഡ് അവൾ അവിടെ എടുത്തു വെച്ച് ഷോജുവിന് തന്നെ ആ കാർഡ് കൊടുക്കും. ക്യൂ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് കണ്ട് ഷോജു ആരും അറിയാതെ അവളുടെ കാർഡും ലൂഷിയുടെ കാർഡും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. എല്ലാവരും അവരുടെ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഷോജു കാർഡ് എക്സ്ചേഞ്ച് ചെയ്ത കാര്യം ക്യൂ അറിയുന്നത്. അങ്ങനെ ലൂഷിയെയും പൊക്കിയെടുത്ത് അവൻ ബീച്ചിലേക്ക് പോയി വരും. നെക്സ്റ്റ് റൗണ്ടും ലക്കി ചാം കാർഡ് ഷോജുവിന് തന്നെ ക്യൂ കൊടുക്കും. ഇത്തവണ ഷോജു ട്രൂത്ത് സെലക്ട് ചെയ്യും. അവരുടെ ക്രഷിന്റെ പേര് പറയാൻ വേണ്ടി ക്യൂ പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ടെലിവിഷൻ സ്റ്റാറിന്റെ പേര് അവൾ പറയും. സെലിബ്രിറ്റീസ് ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അവള് ചെങ്ലങ്ങിനെ നോക്കിക്കൊണ്ട് എനിക്ക് ചെങ്ലങ്ങിനെ ഇഷ്ടമാണെന്ന് പറയും. അത് കേട്ടതും ചെങ്ലങ്ങും ബോബവും എല്ലാം ഞെട്ടി അവളെ നോക്കുമ്പോൾ ഞാൻ ഈ ചെങ്ലങ്ങിനെ കുറിച്ചല്ല കാർട്ടൂണിലെ ചെങ്ലങ്ങിനെ കുറിച്ചാണെന്ന് അവൾ പറയും. അത് സെലിബ്രിറ്റി അല്ലല്ലോ, അതൊരു ക്യാരക്ടർ അല്ലേ എന്നും പറഞ്ഞ് ഷോജു എസ്കേപ്പ് ആവും. നെക്സ്റ്റ് റൗണ്ടില് ചെങ്ലങ്ങിനായിരിക്കും ലക്കി ചാം കിട്ടുക. അവനോട് ഒരു പാട്ട് പാടാൻ വേണ്ടി എല്ലാവരും പറയും. എന്റെ സൗണ്ട് നല്ലതല്ല എന്ന് ചെങ്ലങ് പറഞ്ഞു ഒഴിവാകുമ്പോൾ എന്റെ സൗണ്ട് നല്ലതല്ലല്ലോ, ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞ് ബോബു എഴുന്നേറ്റ് പാട്ട് പാടും. അവന്റെ പാട്ട് കേട്ട് എല്ലാവരും ചിരിക്കും. അവസാനം എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ
ബോബോ ഇമോഷണൽ ആയിക്കൊണ്ട് ചോദിക്കും, നമ്മളെല്ലാവരും എന്തിനാണ് എൻട്രൻസ് എക്സാം എഴുതുന്നത്? ഈ എക്സാം എഴുതില്ലെങ്കിൽ നമ്മൾ മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എന്റെ ലൈഫ് നല്ല ബെസ്റ്റ് ആയിട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബോബോ വീണ്ടും പാട്ട് പാടും. അവിടെ എല്ലാവരും മൂടൊന്ന് മാറ്റാൻ വേണ്ടി ലൂഷിയും ചെങ്ലങ്ങും വീണ്ടും ക്ലാപ്പ് ചെയ്യുമ്പോൾ അവരോട് രണ്ടുപേരും ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. വെറും 3 മാസം കൊണ്ട് പഠിച്ച് ലൂഷിക്ക് നല്ല മാർക്കും കിട്ടി, ഒരു എക്സാം എഴുതാതിരുന്നിട്ടും ചെങ്ലിങ്ങിനും അവനേക്കാൾ നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ ബോബോ പറയുമ്പോൾ അവർ രണ്ടുപേരും ബോബോനെ അടുത്ത് ചെന്ന് അവനെ സമാധാനിപ്പിക്കും. എന്നിരുന്നാലും ബോബോന്റെ ഏറ്റവും ബെസ്റ്റ് ബ്രദർ ലൂഷിയും അവൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് ചെങ്ലിങ്ങിനെയും ഇവരെല്ലാവരും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് പാട്ടൊക്കെ പാടി ആ നൈറ്റ് എൻജോയ് ചെയ്യും. നമ്മളെല്ലാവരും വേറെ വേറെ ആയില്ലേ എന്ന് ബോബോ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ സെലിബ്രേറ്റ് ആവുന്നത്, നമ്മളെല്ലാവരും ജോങ്ഷു യൂണിവേഴ്സിറ്റിയിൽ കണ്ടുമുട്ടില്ലേ എന്ന് ക്യൂ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് ബോബോ പറയും. അത് പറഞ്ഞ പാടെ അവൻ ഉറങ്ങും. നമുക്ക് സൺറൈസ് കാണാൻ മൗണ്ടനിൽ പോയാലോ എന്ന് ചെങ്ലങ് പറയുമ്പോൾ ലൂഷിക്കും ക്യൂവിനും എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടാകും. ചോജുവിന് അവന്റെ കൂടെ പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് പോയി ഉറങ്ങാം എന്നും പറഞ്ഞ് ക്യൂ അവളെയും വലിച്ചു കൊണ്ടുപോകും. രാത്രിയാകുമ്പം ഷോജുവിന് വയറുവേദന എടുത്ത് അവൾ ടെന്റിന് പുറത്തിറങ്ങും. സൺറൈസ് കാണാനായി പോകാൻ വേണ്ടി ചെങ്ലങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ടാകും. അവള് വയറുവേദന എടുത്തിരിക്കുന്നത് കണ്ട് ലൂഷിയുടെ വാളറ്റും എടുത്ത് അടുത്തുള്ള ക്ലിനിക്കിലേക്ക് അവൻ അവളെ കൊണ്ടുപോകും. അവിടെ എത്തി അവൾക്ക് മെഡിസിൻ ഒക്കെ കൊടുത്ത് അവളെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ നീ നന്നായിട്ട് ഗേൾ ഫ്രണ്ടിനെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഷോജുവിന് ഒരുപാട് ഹാപ്പി ആകും. അവര് തിരിച്ചു വരുന്ന വഴി ചെങ്ലങ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സൺറൈസ് അവൻ കാണും. സൺറൈസ് ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് അവരെ തിരിച്ചു വരുമ്പോഴേക്കും ലൂഷിയും ക്യൂവും കൂടി അവരെ ആരെയും കാണാതെ അവിടെ എല്ലാം തെരഞ്ഞു നടക്കുന്നുണ്ടാകും. അവസാനം ചെങ്ലങ്ങിനെയും ഷോജുവിനെയും കണ്ട് അവരുടെ അടുത്തേക്ക് വന്നപ്പോ നടന്ന കാര്യങ്ങളൊക്കെ അവര് പറയും. അവളോട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് ബോബോ എവിടെ എന്ന് അവൻ ചോദിക്കും. ബോബോ അവരുടെ കൂടെ ഇല്ലാന്ന് പറഞ്ഞ് ബോബോ എവിടെ പോയി എന്നറിയാതെ അവരെല്ലാവരും ബോബോനെ തിരഞ്ഞ് അവിടെയെല്ലാം നടക്കും. ഒരുപാട് തെരഞ്ഞതിനു ശേഷം ടെന്റിൽ നിന്ന് അവന്റെ ഒരു ലെറ്റർ ക്യൂവിന് കിട്ടും. ആ ലെറ്റർ കണ്ടപാടെ അവർ 4 പേരും അവരുടെ ലഗേജ് ഒക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലും. അവർ ഓടിയെത്തുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാകും. ട്രെയിനിന് പുറകെ അവന്റെ പേരും വിളിച്ചുകൊണ്ട് അവരൊരുപാട് ഓടും. ഇവരെല്ലാവരും അവനെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ട്രെയിനുള്ളിൽ മറിഞ്ഞിരുന്ന് ബോബോ കരയുന്നുണ്ടാകും. ബോബോനെ കാണാൻ വേണ്ടി അവർ ട്രെയിൻ പോകുന്നത് വരെ ആ ട്രെയിനിന് പുറകെ ഓടി അവന്റെ പേര് ഉറക്കെ വിളിക്കും. അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവൻ വേറെ സിറ്റിയിലേക്ക് പോവുകയായിരിക്കും. അവരോട് ഫേസ് ടു ഫേസ് ഒന്ന് ഗുഡ് ബൈ പറയാൻ അവൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവൻ ഈ കാര്യമൊക്കെ ലെറ്ററിൽ എഴുതി വെച്ചത്. ഈ ട്രിപ്പ് വരുന്നതിന് മുന്നേ തന്നെ ഈ ലെറ്റർ എല്ലാം അവൻ എഴുതി വെച്ചിരുന്നു. അവരുടെ സ്കൂളിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പേര് ബുള്ളി ചെയ്യാൻ വന്നപ്പോ ലൂഷിയായിരിക്കും അവനെ രക്ഷിച്ചത്. അവന്റെ ഗ്രേഡ് കുറഞ്ഞ സമയത്തെല്ലാം ചെങ്ലങ് വന്ന് അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും മോർണിംഗും ക്യൂ അവന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഷോജുവിന്റെ പ്രസൻസ് ക്ലാസ്സിൽ ലാസ്റ്റ് ആവുന്നതിൽ നിന്നും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ലൈഫിൽ ഇനി ആരെയെല്ലാം കണ്ടുമുട്ടിയാലും നിങ്ങളായിരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ ആയിരിക്കും അവൻ ആ ലെറ്ററിൽ എഴുതിയത്. അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി ക്യാഷും അവൻ ആ ലെറ്ററിൽ കൂടെ വെച്ചിരുന്നു. അവരെ വിട്ടു പോകുന്നതിന്റെ വിഷമത്തിൽ ബോബോ ഒരുപാട് കരയും. ബോബോ മാത്രമല്ല ബാക്കി ഫ്രണ്ട്സും ഒരുപാട് കരയും. അവര് തിരിച്ചു വരുമ്പം എല്ലാവരും നല്ല സങ്കടത്തിലായിരിക്കും. ബോബോ പോയതിൽ ഏറ്റവും വിഷമം ലൂഷിക്കായിരിക്കും. അവര് വീട്ടിലേക്ക് നടക്കുന്ന വഴി ഷോജുവിന് വാങ്ങിയ ഹെയർ ക്ലിപ്പ് ലൂഷി അവന്റെ പോക്കറ്റിൽ നിന്നെടുക്കും. അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചെങ്ലങ് അവൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാകും. അത് അവൻ കൊടുക്കും. അവൻ ഇത്രയ്ക്ക് നല്ല ട്രിപ്പ് അറേഞ്ച് ചെയ്തതിനായിരിക്കും അവൻ ആ ഗിഫ്റ്റ് കൊടുത്തത്. അത് കണ്ട് ഷോജു ഒരുപാട് ഹാപ്പി ആകും. ലൂഷി ആ ഹെയർ ക്ലിപ്പ് അവൾക്ക് കൊടുക്കാതെ അവൻ ദേഷ്യത്തിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലൂടെ നടന്നു പോകും. അവരങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കാര്യമൊക്കെ അവരുടെ അമ്മമാർ വന്ന് പറയും. ഷോജുവിന് ഫിനാൻഷ്യൽ അഡ്മിഷൻ കിട്ടിയതിന് അവൾ ഒരുപാട് ഹാപ്പി ആകും. ലൂഷിയുടെ അച്ഛൻ വരുമ്പോ തന്നെ അവന് വഴക്ക് പറയുമോ എന്ന് അവന് പേടിയുണ്ടാകും. അവന്റെ അച്ഛൻ അറിയാതെ സീക്രട്ട് ആയിട്ട് അവന്റെ മേജർ ചേഞ്ച് ചെയ്തതിന് അവന്റെ അച്ഛൻ വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ സപ്പോർട്ടിനായിട്ട് ചെങ്ലിങ്ങിനെ പിടിച്ച് ലൂഷിയെ മുന്നിലേക്ക് നിർത്തും. അച്ഛൻ സെലക്ട് ചെയ്ത മേജർ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ മേജർ സെലക്ട് ചെയ്തത്. ഞാൻ അച്ഛനെ പോലെ പകുതി വെച്ച് കോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവന്റെ അച്ഛൻ അവനെ അടിക്കാനായിട്ട് ഓടിക്കും. അവരെല്ലാവരും കൂട്ടത്തോടെ അവന്റെ അച്ഛനെ തടയും. അവന്റെ അച്ഛൻ അവനെ ഓടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താകും എന്നറിയാനായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.